ഊരായണം. നിയമസഭയ്ക്ക് സ്വന്തമായി ആംബുലൻസ് ഉള്ളത് നന്നായി. അല്ല, എപ്പോഴാ ആവശ്യം വരാന്നറിയില്ലല്ലോ. കയ്യിലും കാലിലും തലയിലും ഒക്കെ എന്തെങ്കിലും സുരക്ഷാ കവചിട്ട് പോണതാണ് ഭരണപക്ഷത്തിനും വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതേ ഓർമ്മയുള്ളൂ. ബാക്കിയൊക്കെ പുകമയും. സഭയ്ക്കുള്ളിലെ സ്ത്രീക്ക് പോലും സുരക്ഷയില്ലാത്തൊരവസ്ഥയായി. ഒരു കൂട്ടം വാച്ചൻ വാർഡുമാരും അതേപോലെ തന്നെ ഭരണപക്ഷ MLA-മാരും ചേർന്ന് ആക്രമിക്കുന്നത് അത് വളരെ വ്യക്തമായൊരു ഗൂഢാലോചനയുടെ കൂടി ഭാഗമായിട്ടാണ്. എവിടെ വീരഹാസം കാണിക്കണ ഭരണപക്ഷ MLA-മാരൊക്കെ ഇന്ത്യ. അതെ, KK രമയുടെ ആരോപണങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ? ഇത്രയും വലിയ ആരോപണമൊക്കെ KK രമ ഉന്നയിക്കുമ്പോ അതൊന്നും ഔദ്യോഗികമായിട്ട് അന്വേഷിക്കണില്ലേന്ന്. സ്പീക്കർ ഓഫീസ് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യമൊന്നും വരുന്നില്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്തിന് കള്ളപ്രചാരം സംഘടിപ്പിക്കപ്പെടുന്നത് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ രമേശിയുടെ കൈക്ക് പരിക്ക് പറ്റിയെന്നുള്ളത് കള്ളാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഭരണപക്ഷ MLA-മാർ പ്രതിപക്ഷ MLA-മാർ ആക്രമിച്ചു ചോദ്യം ചോദിച്ചാൽ സ്പോണ്ടേനിയസ് ആയി സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ആൻസർ എന്താ വരുന്നത്? പ്രൈമറി ആയിട്ട് പറയുന്നത് എന്താണ്? എന്നെ ആക്രമിച്ചു എന്ന് പറയില്ലേ? അതെ, ആക്രമണം നടന്നു എന്നാണല്ലോ രമേശ് പറയണത്. ഹൈ, നിങ്ങൾ എന്താണ് ഇഷ്ടം ആ പറയണത് മാത്രം കേൾക്കാത്തത്? ഇന്നൊക്കെ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കാം. ഗോവിന്ദ മാഷേ, ഇവിടെ 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 ചോദിക്കട്ടെ. ഇതെന്താ ചോദ്യം ചോദിക്കുമ്പോ തല താഴ്ത്തിരിക്കുന്നത്? അതെ, KK രമയുടെ ആരോപണം ഭയങ്കര ഗുരുതരാണല്ലോ. പ്രതികരണം വേണം. കുട്ടിയില്ലാതെ കഴിക്കാനും ഈ ക്ലാസ് വിട്ടത് എന്ന കാര്യം ഇപ്പോ പുറത്തു വന്ന വിവരമാണ്. ആണോ? അപ്പൊ ഈ KK രമയുടെ കൈക്ക് പരിക്കില്ല എന്നുള്ള വിവരം അത് എവിടെ നിന്ന് കിട്ടിയത്? അത് ഈ ഒട്ടും കുട്ടിയില്ലായ്മയെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റാൻ പാടില്ലാതാണ് യഥാർത്ഥത്തിൽ. ചോദിച്ചതിന് ഉത്തരം പറയും മാഷേ. KK രമയ്ക്ക് കൈക്ക് പരിക്കില്ല എന്ന് എങ്ങനെ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റണേ? കൈ പൊട്ടിയ കൈ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് അത്തരത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അത് ശരിയായ സമീപനമല്ല. പരിക്കേറ്റിട്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നതും ശരിയല്ല. പിന്നെ കുട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി ആധുനിക സമൂഹത്തിന് എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ. ഓ, ഞാനത് അങ്ങോട്ട് മറന്നു. ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞ ആരാ? തനി രാവണൻ. 10 തലയാ. അന്ന് മൈക്ക് ഓപ്പറേറ്റർക്ക് അതിന്റെ സാങ്കേതികതയെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്ത ആളല്ലേ. ഒരാളുടെ കൈക്ക് പരിക്കുണ്ടോ ഇല്ലെന്നൊക്കെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ഗോവിന്ദ മാഷിന് പറ്റും. അതിന് വലിയ ഡോക്ടർ ഒന്നും ആവണ്ട കേട്ടോ. അടുത്തതായി വളരെ ക്രിയേറ്റീവായ ഹാസ്യാത്മകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കാണാൻ പോകുന്നത്. ഇൻ ഹരിഹർ നഗറിനും ടു ഹരിഹർ നഗറിനും ശേഷം ലാൽ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമായിരുന്നു ഇൻ ഗോസ്റ്റ് ഹൗസിൻ. അതിൽ ഇടത് കൈയിലുണ്ടായിരുന്ന തിരുമുറിവ് വലത് കൈയിലേക്ക് മാറിപ്പോകുന്ന സീനുമായി സഭയിൽ നടന്ന സംഭവങ്ങൾക്ക് സാദൃശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. തോമസ് കുട്ടി വിട്ടോട. അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ്. അപ്പോഴേ സച്ചിനേട്ട ദങ്ങോട്ടൊന്ന് നോക്കൂ. അപ്പോൾ വീണ്ടും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ലിഗമെൻറ്റിൻ്റെ ഇഞ്ചുറിയാണ്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ ഇനി MRI എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സച്ചിനേട്ടാ, യു ട്രാപ്ഡ്. KK രമയുടെ കയ്യിൽ വീണ്ടും പ്ലാസ്റ്റർ ഇട്ടു. ലിഗമെന്റിന് പ്രശ്നമുണ്ട്. മുമ്പ് പ്രചരിച്ച എക്സ്റേ വ്യാജാണ്. ഇതൊക്കെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്. പരിക്ക് പറ്റിയ കൈക്ക് പരിക്കില്ലെന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിൽ അഗ്രഗണ്യന്മാരായ ഭരണപക്ഷം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? തോമസ് കുട്ടി വിട്ടോടാ. ഊരായണം.